ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഗൈസ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞാനിന്ന് ഒരു യാത്ര പോവാണ്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാവേ. ഞാൻ പോണത് എൻ്റെ ഇത്താടെ വീട്ടിലേക്കാണ് പോണത്. എൻ്റെ കൂടെ ഇപ്പോൾ ഉമ്മായും എൻ്റെ ഇത്തായും ഒരു ഇത്താടെ മകനുമാണ് ഉള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ഓട്ടോയിലാണ് പോണത്. അങ്ങനെ പോകുന്ന വരിയിൽ ഒരു കടയിൽ നിർത്തിയിട്ട് ഇത്താടെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി നിർത്തി. അങ്ങനെ എൻ്റെ ഇത്ത പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്ന് അങ്ങനെ അവൾ ഓട്ടോയിൽ കയറി. പിന്നെ നമ്മുടെ യാത്ര ഇങ്ങനെ തുടങ്ങി. അങ്ങനെ പോയി അവിടുത്തെ സ്ഥലങ്ങളൊക്കെ നല്ല രസമാണ് കേട്ടോ കാണാനൊക്കെ. അങ്ങനെ വീടെത്താറായി. അങ്ങോട്ട് പോകുന്ന വഴികളൊക്കെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ എത്താറായപ്പം ഒരാൾ നമ്മളെ കാത്തിങ്ങനെ നിൽക്കുവാണ്, വെളിയിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ അവനെ കണ്ടിട്ട്, അവൻ ഒരുപാട് നാളായി നമ്മളെ കണ്ടിട്ട്, 2 ആഴ്ചയായി കണ്ടിട്ട്. അവൻ നമ്മുടെ വീട്ടിൽ തന്നെയായിരുന്നു. അങ്ങനെ അവനെ കണ്ടിട്ട് നേരെ അടുക്കളയിലേക്ക്, നമ്മൾ വരുന്നതേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ. അങ്ങനെ നേരെ അടുക്കളയിൽ പോയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ അവിടെ ഒന്നുമില്ല കാണാൻ. പിന്നെ നേരെ വന്ന് കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ കയറി. അവൾക്ക് 2 മക്കളാണുള്ളത്. മൂത്ത മകനാണ് ഈ കെട്ടിപ്പിടിക്കുന്നതിന് സ്നേഹപ്രകടനമാണ്, 2 ആഴ്ച കാണാത്ത സ്നേഹപ്രകടനമാണ്. അങ്ങനെ ഇളയവനെ നോക്കിയിട്ട് പിന്നെ അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടോ, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണ്ടേ. അങ്ങനെ പോയി നോക്കിയപ്പോൾ ചോറ് മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ നോക്കിയപ്പോൾ ദാ ഇവിടെയാണ് കറി ഇരിക്കുന്നത്. നല്ല അടിപൊളി ചിക്കൻ കറി, അടുപ്പിൽ വേവിച്ച നല്ല ചിക്കൻ കറിയൊക്കെ, നല്ല ടേസ്റ്റി ചിക്കൻ കറി ആയിരുന്നു. പിന്നെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഡൈനിങ് ടേബിളിൽ വന്നിരുന്ന് ചോറ്, ചിക്കൻ കറി, മോര് കറി, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവൾ തന്നെയാണ് വെച്ചത്. പക്ഷെ അവൾ വെച്ചാണെന്ന് പറയില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് ഗൈസ്. നല്ല ചിക്കനൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു പിടി പിടിച്ച്. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പുറത്ത് പോയിരുന്ന് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ വൈകിട്ടായി ചായ ഉണ്ടാക്കി. അങ്ങനെ ചായയോടൊപ്പം ചക്ക വറുത്തതായിരുന്നു. അങ്ങനെ ചക്ക വറുത്തത് കഴിച്ചു. അങ്ങനെ ഇരുന്ന് ചായയും കുടിച്ച് ചക്ക വറുത്തൊക്കെ കഴിച്ചു. മിച്ചറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി കഴിച്ച്. പിന്നെ ഒരു ലഡു അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ ലഡുവും കൂടെ കൂട്ടി കഴിച്ചു. അതാണ് ഇത്താടെ മൂത്ത മകൻ കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ ഇരുന്ന് കഴിച്ച് ടി വി ഒക്കെ കണ്ടിരുന്നപ്പോഴത്തേക്ക് സന്ധ്യയായപ്പം നല്ല മഴക്കോളുണ്ടായിരുന്നു. മഴ ചെറുതായിട്ട് പെയ്യുകയും ചെയ്തു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ബൈ.